വെക്കേഷൻ അങ്ങനെ കണ്ണടച്ച് തുറക്കും മുമ്പേ തീർന്ന പോലെ എനിക്ക് തോന്നി. ഇനിയിപ്പോൾ ഇതൊന്നും നടക്കില്ല. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു. പണികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സാവധാനം ചെയ്താൽ മതിയായിരുന്നു. ഇനി അതൊന്നും നടക്കില്ല. നമ്മളെല്ലാ കാര്യവും നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം. ഇനി ഈ പറഞ്ഞ പോലെ തിരക്കും ബഹളവും ഒക്കെ കൂടും. ഇനി സ്കൂളും കൂടി തുറന്നു കഴിഞ്ഞാൽ ഇനി ഭയങ്കര അടിപൊളിയായിരിക്കും വീട്ടിലൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബഹളമായിരിക്കും. വേറെ നല്ലതായിട്ട് ഈ അടിപൊളി എന്ന് ഉദ്ദേശിച്ചത് എല്ലാ വീട്ടിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പം ഞാനിങ്ങനെ ചെറിയൊരു മടിയോടുകൂടി ഒന്ന് എഴുന്നേറ്റ് കേട്ടോ. ഞാനിങ്ങനെ ഈ അടുക്കളയിൽ നിൽക്കുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊന്നും നടക്കില്ലല്ലോ, ഇനി സ്പീഡിൽ ചെയ്യണമല്ലോ, അത് ചെയ്യണമല്ലോ, ഇത് ചെയ്യണമല്ലോ എന്നുള്ള ആദ്യോടുകൂടി ഇരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ അത്ര മടിയും കാര്യങ്ങളൊന്നും പിള്ളേർക്കില്ല. കാരണം അവരൊക്കെ സ്കൂളിൽ പോകാനായിട്ട് കുറച്ചും കൂടി ഹാപ്പി ആയിരുന്നു. ഫ്രണ്ട്സിനെയൊക്കെ കാണാലോ അമ്മയെ, അത് കാരണം ഭയങ്കര എന്താ സന്തോഷത്തിലാണെന്നൊക്കെ അവൾ പറഞ്ഞത്. അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സ്കൂൾ തുറക്കുന്ന ദിവസം നോക്കിയിരിക്കുക. പിന്നെ കിച്ചൂട്ടിന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ സന്തോഷം കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നിലും ഇല്ലാത്തതുകൊണ്ട് അവനിങ്ങനെ എല്ലാ ദിവസവും അടിച്ചു പൊളിച്ച് ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറുതിന് ഈ പറഞ്ഞ പോലെ ഇത്രയും നാൾ ഞാൻ അവൻ്റെ കൂടെ ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിട്ടു വരുമ്പോൾ അവന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. രാവിലെ പിന്നെ ഞാൻ പണികളുടെ ഇടയിലൊന്നും ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് മഴയായിട്ട് മുറ്റം മുഴുവൻ കുളമായിട്ട് കിടക്കുകയാണ്. പിന്നെ ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ നടന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ചെടികളൊക്കെ നമ്മൾക്ക് ഇനി ഈ പറഞ്ഞ പോലെ വീട്ടിലിരിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് നോക്കാൻ സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്കിതിനെയൊക്കെ ഇവരുടെ അടുത്തൊക്കെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെടികളുടെ അടുത്തൊക്കെ പോയി നോക്കി എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ റെഡിയായി. പറഞ്ഞ പോലെ തന്നെ കുഞ്ഞൂട്ടൻ വന്നിട്ടുണ്ട്. കുഞ്ഞൂട്ടൻ ഹായ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആളിത്തിരി സങ്കടത്തിലൊക്കെ ആയിരുന്നു, ഇച്ചിരി കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ വേഗം ഇന്നത്തെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കെ, അതൊക്കെയുള്ളൂ വിശേഷം.